നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വിക്രത്തിന് സഹിച്ചില്ല. വേദ വീട് വിട്ടു പോയെന്ന് കേട്ടുകഴിഞ്ഞപ്പം ആ സമയത്ത് മാഷ് സമാധാനിപ്പിച്ചു. ഒരു പക്ഷേങ്കില് 2-3 ദിവസം കൊണ്ട് അവൾ ആലോചിച്ചൊരു തീരുമാനം എടുത്തായിരിക്കും ഇത്. പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. സാരമില്ലടാ, നീ വിഷമിക്കൊന്നും വേണ്ട. അവളുടെ തീരുമാനം എന്താന്ന് അവള് നിന്നെ ഒന്ന് അറിയിച്ചത് മാത്രമേ ഉള്ളൂ. അത് കേട്ടുകഴിഞ്ഞപ്പം കമൽ പറഞ്ഞു, മോനെ അത് ശരിയാടാ, നീ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചാൽ മതി. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പം നീ അവൾ പറയുന്നൊന്നും അനുസരിക്കാത്തതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തന്നായിരിക്കും നിനക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, പിന്നെ മുന്നറിയിപ്പ് തരുന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് രൂക്ഷമായിട്ട് നോക്കി. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കമൽ പറഞ്ഞു, എടാ നീ ചെന്ന് അവളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചെന്ന് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവളും കൂടി തിരികെ വരും, എനിക്ക് ഉറപ്പുണ്ടാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ വിക്രം അവിടെ പോയി ആ കസേരയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. വിക്രത്തിൻ്റെ മനസ്സ് ശരീരവും തളർന്നു പോയായിരുന്നു. അപ്പോഴേക്കും കമല എന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് സഹിക്കുന്നില്ലടാ നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട്. എന്താടാ വിക്രം നീ ഇങ്ങനെ ഇരിക്കുന്നേ? കാരണം വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും മാഷി എന്നിട്ട് അവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ടാ വിക്രം, നിന്റെ മനസ്സിൽ ആർദ്രത ഉള്ളതുകൊണ്ട് സ്നേഹമുള്ളത്. മുമ്പത്തെ വിക്രമായിരുന്നു ഇങ്ങനെ ആയിരുന്നില്ല. അവൾ പോയിട്ടുണ്ടേ പോട്ട പുല്ലെന്നും പറഞ്ഞ് നീ നിന്നേനം. കാരണം നീ അതിനേക്കാളും വലിയ തീരുമാനങ്ങൾ എടുത്തേനം. പക്ഷെ ഇപ്പം നിനക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? നിനക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ടാ. സാരമില്ല, ഒരു 1-2 ദിവസം ഇങ്ങനെ അകന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ തമ്മിലൊരു ഇഷ്ടത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമാവും. ആ സമയത്ത് നീ ചെന്ന് വിളിച്ചാൽ മതി, അവൾ നിന്റെ കൂടെ വരും. അങ്ങനെ വിക്രത്തെ സമാധാനിപ്പിക്കുന്നുണ്ട് മാഷ്. ഈ സമയം നന്ദിനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. വിക്രത്തിന്റെ മനസ്സ് ആകെപ്പാടെ വേദനിച്ചു പോയിട്ടുണ്ടായിരുന്നു. വിക്രം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ മലയ്ക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. വേദയുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് കരുതി വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഈ സമയത്ത് വിക്രത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് വിക്രം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കമല പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ നീ എൻ്റെ മകനോടൊപ്പം ഉണ്ടായിരിക്കണേ, എൻ്റെ മകനെ കാത്തോണേന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിയെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കേട്ടപ്പം മാഷിനും ശ്രീജയ്ക്കും ഒക്കെ വല്ലാത്തൊരു സങ്കടമായി. ഇതേ സമയത്ത് വേദയുടെ മുറിയിലേക്ക് ദീപ്തി ചെല്ലുവാണ്. ദീപ്തിയെ കണ്ടുകഴിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, എന്താ? അതെ ചേച്ചി ഇങ്ങോട്ട് വന്നതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ബാഗൊക്കെ എടുത്ത് വന്നുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അല്ലേ ചേച്ചി, ചേച്ചി ഇനിയിപ്പം വിക്രമേൻ്റെ അടുത്തേക്ക് തിരികെ പോകുന്നില്ലെന്ന് ചോദിച്ചു. അതിന് വേദ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ ചേച്ചി എന്നോട് എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറ. ഇന്നലെ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് ചേച്ചി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതിനുശേഷം ഞാൻ പോകുമെന്ന് പറയാം. അപ്പം ചേച്ചി തിരിച്ചു പോകുമോയെന്ന് ചോദിച്ചു. അപ്പോഴും വേദയൊന്നും പറഞ്ഞില്ല. സത്യം പറയേച്ചി, വിക്രമേണ്ണുമായിട്ട് ഉടക്കുണ്ടാക്കി പോന്നാണോ? വിക്രമേണ്ണനെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. വിക്രമേണ്ണോട് ഞാൻ സംസാരിക്കട്ടെ, എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന് എനിക്കറിയണം. അത് കേട്ടപ്പം വേദ പറഞ്ഞു, ഞാനും വിക്രവും തമ്മിലൊരു പ്രശ്നമില്ലേ? പ്രശ്നമില്ലാന്നോ? പിന്നെന്തിനാ ചേച്ചി ഉടക്കി ഇങ്ങോട്ട് പോന്നേ? അതെ വിക്രത്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയണം. അപ്പം എന്ത് കാര്യങ്ങളാ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്തുണ്ടായ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളൂ, അല്ലാതെ പുതിയതെന്തെങ്കിലും ഉണ്ടോ? പുതിയതെന്തെങ്കിലും ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ലല്ലോ. സാരമില്ല, അതിന് പരിഹാരം ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം പുതിയ പ്രശ്നമുണ്ടോ? എന്നിട്ട് വിക്രമേണ്ണൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. സാരമില്ല, ഞാൻ വിക്രമേണ്ണനോട് ചോദിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, നീ ചോദിക്കാനൊന്നും പോവണ്ടെന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഇവിടെ വന്ന് നിൽക്കുമ്പം എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷെ വിക്രമേട്ടനുമായിട്ട് ഉടക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വിക്രമേട്ടൻ പാവമല്ലേന്ന് ചോദിച്ചു. വേദ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, എനിക്കറിയാം ചേച്ചിയുടെ മനസ്സ് വേറെന്തോ വലിയൊരു കാര്യമുണ്ട്, ആ കാര്യം ചേച്ചി പറയണമെന്ന് പറഞ്ഞു. അതെ നിന്നോടെന്നല്ല, എനിക്കത് ആരോടും പറയാൻ പറ്റില്ല. ഇതെന്താ ചേച്ചി ഇങ്ങനെ പറയണേ? ഓഹോ, ദൃശ്യം 2 പോലെയാണോ? ചേച്ചിയോട് കൂടിയിട്ട് അത് അവസാനിച്ചോട്ടെ എന്നാണോ ചേച്ചി പറയണേ? അതെ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ വാശി പിടിക്കണേ? ഒരു പക്ഷെ ആ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കുമല്ലോ. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, വിക്രമേണ്ണുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അത് മാത്രം അറിഞ്ഞാൽ മതി. ഇല്ല, വിക്രമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. സമാധാനമായി. ഇപ്പോഴൊരു മനസ്സിനൊരു സമാധാനമായത്. പിന്നെ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയോട് രഹസ്യം പറയാമെന്ന് പറഞ്ഞു. എന്താ? വർഷേച്ചിയെ ഗായത്രി ആൻറ്റിയെ വിളിക്കുന്നത് കേട്ടായിരുന്നു. വിക്രമേട്ടനുമായുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ദർശൻ ചേട്ടനുമായിട്ടുള്ള വിവാഹം നടത്തണമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ദർശൻ ചേട്ടൻ ഒന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് ദീപ്തിയോട്, നീ പോയിക്കോ, എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും
വേദയോട് പറഞ്ഞു, അതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റായി മാത്രമേ എൻ്റെ വരുണ്ടൻ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദീപ്തി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മുറിയിലേക്ക് വന്നു. ആ സമയം വർഷ ചോദിച്ചു, അല്ല അവൾ എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേന്ന് ചോദിച്ചു. അതെങ്ങനെയും ആയിക്കോട്ടെ, അവൾ വന്നല്ലോ എന്ന് പറയണം, പക്ഷേ ഈ വരവ് അത്ര ഇതായിട്ട് ഞാൻ കാണുന്നില്ല, മിക്കവാറും അവൾ തിരിച്ചു പോകുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അവളിനി തിരിച്ചു പോകാനൊന്നും പോകുന്നില്ല. അതെങ്ങനെ ശ്രീകാന്തേട്ടൻ അറിയാൻ തിരിച്ചു പോകാൻ പോകുന്നില്ലെന്നും? എനിക്കങ്ങനെ തോന്നേ. ദേ ശ്രീകാന്തേട്ടാ, അവൾ പോയതുപോലെ തന്നെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അറിയാലോ, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവള് ഇപ്പൊ ഇവിടെ തിരിച്ചു കയറിയ സമയത്ത് താലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ ആ താലി വലിച്ചു പൊട്ടിച്ചിട്ട് വരുമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞേ, അവൾ ഇനി വീട്ടിൽ കയറണമെങ്കിൽ താലി വലിച്ചു പൊട്ടിച്ച് കളയണമെന്ന്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ഛനൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയില്ലേ. അല്ലായിരുന്നെങ്കിൽ അവൾ ആ താലി ഊരി വെച്ചിട്ടോ ഈ വീടിനകത്ത് കയറുണ്ടായിരുന്നുള്ളൂ. ശ്രീകാന്ത് പറഞ്ഞു, അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പം നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അല്ല ശ്രീയേട്ടാ, എത്രയും പെട്ടെന്ന് അവനുമായിട്ടുള്ള വിക്രമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണമെന്ന് പറഞ്ഞു. എടി, അതത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യമാണോ? ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിപ്പിക്കണം അവളെ കൊണ്ട്. പിന്നെ ദർശനും അവളും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിന് ദർശൻ സമ്മതിക്കുമോ? ദർശനെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം, എനിക്കറിയാം അതൊക്കെ ചെയ്യിക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ചിടുന്ന കാര്യമില്ല. ചിലപ്പോൾ മിക്കവാറും അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് അവളെ ചിലപ്പോൾ അവിടെ കൊണ്ടേ ആക്കും. ഒരു കാരണവശാലും ഇനി വിക്രവും വേദയും തമ്മിൽ ഒന്നിക്കാനായിട്ട് പാടില്ല. ശ്രീകാന്ത് പറഞ്ഞു, അവരൊന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക. ദർശനും അവളും തമ്മിലുള്ള വിവാഹം നടക്കണം, ഈ ഡിവോഴ്സ് ഒന്ന് കഴിയണം. അതിനെന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും അവൻ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകും. ഇപ്പോഴത്തെ ഒരു സൗന്ദര്യപ്പണക്കമാണെങ്കിലേ അവൻ വന്നൊന്ന് സംസാരിച്ചാൽ മതി. അതിന് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടേ ഇവിടെ ആരെങ്കിലും അവനെ വീട്ടിനകത്തേക്ക് കയറ്റാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവനെ ഈ വീടിനകത്തേക്ക് കയറ്റാനോ അവളുമായിട്ട് സംസാരിപ്പിക്കാനോ പോകുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളതൊക്കെ പറയും, വിക്രമല്ലേ ആള്, അവനൊരു കാര്യം തീരുമാനിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇത്രയും കാലത്തെ പോലെയൊന്നും അല്ല, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടേ അവൾ അനുസരിക്കും എന്നൊക്കെ ശ്രീകാന്ത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി വർഷയോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ശ്രീനിവാസനെ കാണാനായിട്ട് വരുവാണ്. ആ സമയത്ത് പുള്ളിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കും പറഞ്ഞു, മതസൗഹാർദ്ദ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഞാനേ ആ സ്വാമിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറയണം. വിക്രം പറഞ്ഞു, ആയിക്കോട്ടെ, ഇലക്ഷനൊക്കെ അല്ലേ വരുന്നേ, ഇനിയിപ്പം ഇങ്ങനെയുള്ള കുറച്ച് പ്രചരണങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ ശ്രീനി സാറിന് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ശ്രീനി സാർ അകത്തില്ലേ? ഉണ്ടെന്ന് പറയണം, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം അങ്ങോട്ട് ചെല്ലുന്ന സുധ കണ്ടു. സുധ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം പുള്ളിക്കും പറഞ്ഞു, പിന്നെ അവൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ, അവന് വലിയ ഏതാണ്ടാന്നാ വിചാരം. അങ്ങനെ സുധ അകത്ത് എന്നിട്ട് ശ്രീനിവാസനോട് പറഞ്ഞു, ശ്രീനിയേട്ടാ വിക്രം വരുന്നുണ്ടെന്ന് പറയാം, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു. നീ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ശബരിമല യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു ശ്രീനി സാറേ എന്ന് പറയണം. പിന്നെ നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി, നീ അറിഞ്ഞു കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്താ സാറേ? എനിക്കെതിരെ നിന്റെ ഭാര്യ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയണ്ടേ നിനക്ക്? അതായത് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പിൻവലിക്കണമെന്നോ? അതെ, എനിക്കെതിരെ കൊടുത്തിരിക്കുക. അല്ല, ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാ തോന്നേ. അവളെ തനിച്ചാന്ന് എനിക്ക് തോന്നില്ല. ആ തേരാട്ട് ശ്രീധരൻ മാത്രമല്ല എന്നാ തോന്നേ. ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് എൻ്റെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. പിന്നെ എനിക്കെതിരെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ, കള്ളപ്രവർത്തികളൊക്കെ ചെയ്യുവാണെങ്കിൽ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നൊക്കെ പറയുവാണെങ്കിൽ എന്നെ തോൽപ്പിക്കാമെന്നായിരിക്കും നിന്റെ ഭാര്യയുടെ വിചാരം. പിന്നെ എനിക്കെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചർച്ചയാവുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാമെന്നായിരിക്കും. പക്ഷേ അതൊക്കെ വാദിക്കാനായിട്ട് ഞാൻ രാമകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കിക്കോളും. പിന്നെ വിക്രം, നീ ഒരു കാര്യം ചെയ്യണം, അവളോട് പറയണം, ഇത്രയും കാലം ഞാൻ അവളെ എതിർത്തിട്ടില്ല, പക്ഷേങ്കിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാനാ ഭാവമെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, സാറേ അതിന് അവൾ വീട്ടിലില്ല എന്ന് പറയണം. വീട്ടിലില്ലേ? അതെ, അവളുടെ വീട്ടിൽ പോയെന്നോ? ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പോയി. ഇനിയിപ്പം അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നേ. കാരണം ഞാൻ ശ്രീനിവാസ് സാറിനോടൊപ്പം നിൽക്കുന്നുള്ളതാണ് അവിടെ പ്രശ്നം. കാരണം ആ ഇലക്ഷൻ്റെ പ്രചരണം കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ച് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞു, എടാ അത് നീ അവളോട് ഒന്ന് പോയി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതങ്ങനെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നും എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു സാറേ, ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാനോ? അതെന്താടാ?
എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എടാ നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവൾക്കറിയാം അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് നീ അവളുടെ പിന്നാലെ ചെല്ലൂ എന്നുള്ള കാര്യം. അവൾ ഉദ്ദേശിക്കുന്നിടത്ത് പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവള് പിടിച്ചടം നേടാനായിട്ടുള്ള അവളുടെ വിദ്യ. നീ അതൊന്നും വിശ്വസിച്ചേക്കരുത് എന്നൊക്കെ ശ്രീനിവാസൻ ഇങ്ങനെ എരിപരി കയറ്റി കൊടുക്കുകയാണ് വിക്രത്തിന്റെ മനസ്സിൽ. അവൾക്ക് നിന്നോട് ഈ പറയുന്ന ഇഷ്ടമൊന്നും ഇല്ലടാ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അവള് നിന്നെ ഒരിക്കലും പ്രേമിച്ചിട്ടും ഇല്ലാന്ന് പറഞ്ഞു. കണ്ടോ, അവളുടെ താല്പര്യത്തിനനുസരിച്ച് അവള് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ തോൽപ്പിക്കണം, അതാണ് അവളുടെ ഇപ്പുറത്തെ പ്രധാന അജണ്ട. നീ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഇവിടെ നിന്ന് കറങ്ങാതെ പെട്ടെന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ല്. അല്ല അത് പിന്നെ സാറേ, ഞാൻ പാർട്ടി സെക്രട്ടറി മോഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ വന്ന് കഴിയുമ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ പോയി ചെയ്യാൻ നോക്ക്. അല്ല അത് എടാ നീ പറയുന്ന അനുസരിക്കുക. അങ്ങനെ വിക്രത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് സുധ ശ്രീനിവാസനോട് ചോദിച്ചു, അല്ല അവൻ പണിയാവുമോയെന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ വേദയുടെ കേസും കാര്യങ്ങളൊക്കെ കോടതി വന്നു കഴിയുമ്പോൾ അവന് സാക്ഷിമൊഴി പറയണ്ടേ, അവൻ നമുക്കെതിരെ തിരിയുമോ? അങ്ങനെയൊന്നും തിരിയാൻ പോകുന്നില്ലടി സുധ, എനിക്കറിയാം അവനെ. അവൻ എന്നോടൊപ്പം നിൽക്കത്തുള്ളൂ, അത് വേദം മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ശ്രീനിവാസ സുധയോട് പറഞ്ഞു. ഇതേ സമയത്ത് വേദം മുറിയിലിരിക്കുമ്പോഴത്തേനും ശങ്കരനാരായണൻ മുറിയിലേക്ക് വന്നു. അല്ല ഞാൻ വന്ന മോൾക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചു. ഇല്ലച്ചാ. അല്ല നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോകുന്നതാണോ ഇങ്ങോട്ടേക്കുള്ള വരവ്, അതോ ആലോചിച്ചുറപ്പിച്ച് പോകുന്നതാണോ? എന്താച്ചാ? അല്ല ഇനിയിപ്പം നീ തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചേ. അത് കേട്ടപ്പം വേദിയൊന്നും മിണ്ടിയില്ല. അല്ല ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നീ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നതാണെന്നോ? ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്ന അച്ഛാന്ന് പറയണേ. അല്ല വിക്രമായിട്ട് എന്തായിരുന്നു പ്രശ്നം? എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അച്ഛനോട് പറയാൻ എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നീട് വേദ ആ കാര്യം പറയണേ, വിക്രത്തിന് ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബന്ധങ്ങൾ ഉപേക്ഷിക്കാനോ? അച്ഛൻ കരുതുന്ന പോലെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. ആ കാര്യത്തിൽ വിക്രത്തിന് നമുക്ക് 100% വിശ്വസിക്കാം. ഇത്തിരി നല്ലൊരു ബന്ധം എനിക്ക് കിട്ടാനില്ല. പക്ഷെ അതല്ല, ആ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം, അത് കുറേ ഞാൻ പറഞ്ഞു ആ ബന്ധം ഉപേക്ഷിക്കണമെന്ന്. പക്ഷെ വിക്രം അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ അനുരഞ്ജനത്തിൽ പോയില്ലെന്നാണോ അർത്ഥം? നിങ്ങൾ തമ്മിലൊരു ചർച്ച ഇല്ലെന്നാണോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ ഒരു ചർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. പതുക്കെ ആണെങ്കിലും നിനക്ക് വിവേകം ഉദിച്ചല്ലോ. ഇനിയിപ്പം എനിക്ക് എന്താണെങ്കിലും വിക്രത്തോടൊപ്പം ഒരു ജീവിതം പറ്റില്ല അച്ഛൻ, ഞാൻ മടുത്തു. എന്നും ഈ വെട്ടും കുത്തും ഗുണ്ടാപ്പണിയൊക്കെ ആയിട്ട് എത്ര നാളെന്ന് വെച്ചാൽ മുന്നോട്ട് പോന്നേ. പതുക്കെ ആണെങ്കിലും നിനക്കിപ്പം ബുദ്ധി ഉദിച്ചല്ലോ, അത് മതി, എനിക്കിപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ശരിക്കും സത്യാവസ്ഥ അതല്ലെന്നുള്ള കാര്യം വേദയ്ക്കറിയാം. അത് പക്ഷേ അച്ഛനോട് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വേദ പറയാതിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.